ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരത്തെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ 232 സെഷനാണല്ലോ ഇത്. 7-ാം സദനത്തെക്കുറിച്ചുള്ള 6-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7-ാം സദനത്തെക്കുറിച്ചുള്ള 4 അധ്യായങ്ങൾ. 1-ാമത്തെ അധ്യായം നമ്മൾ കണ്ടു കഴിഞ്ഞു. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ ആത്മീയ വിവാഹത്തിലേക്കുള്ള പ്രവേശം എന്ന ഹെഡിങ്ങിലാണ് നമ്മൾ കാര്യങ്ങൾ അമ്മത്തെ വിവരിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചത്. 2-ാമത്തെ അധ്യായം സാക്ഷാൽ ആത്മീയ വിവാഹമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഉന്നം വെച്ചുകൊണ്ടാണ് ഈ അധ്യായങ്ങൾ മുഴുവനും മുൻ സദനങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം അമൃതസ്യ നടത്തി ആത്മാവിൻ്റെ വളർച്ചയെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തുകയാണ് ഈ അധ്യായത്തിൽ. 1-ാമത്തെ ഖണ്ഡിക ദൈവികമായ ആത്മീയ വിവാഹത്തെക്കുറിച്ച് ഇനി നമുക്ക് പ്രതിപാദിക്കാം. അമൂല്യമായ പ്രസ്തുത അനുഗ്രഹം നമ്മുടെ ഭൗമിക ജീവിതത്തിൽ സമ്പൂർണ്ണമാവുക സാധ്യമല്ല. അത് തന്നെ പറയുകയാണ്, ആത്മീയ വിവാഹത്തിൻ്റെ അനുഭവം ആണ് ഇവിടെ ദൈവം അനുവദിക്കുന്നത് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ. എങ്കിലും അത് വളരെ അമൂല്യമാണ്, ദൈവികമാണ്. അതുകൊണ്ടത് ശരീരത്തിലായിരിക്കുന്ന അവസ്ഥയെ നമുക്കത് സമ്പൂർണ്ണമായിട്ട് പ്രാപിക്കുക അസാധ്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ദൈവത്തിൽ നിന്ന് നാം അകന്നു പോവുകയാണെങ്കിൽ ഈ മഹാസിദ്ധി നമുക്ക് നഷ്ടപ്പെടാം. ദൈവമായിട്ടൊരിക്കലും നഷ്ടപ്പെടുത്തുകയല്ല, ദൈവമായിട്ടൊരിക്കലും നമ്മൾ ഉപേക്ഷിക്കുകയല്ല. പക്ഷെ നമ്മൾ അകന്നു പോയാൽ ഈ മഹാസിദ്ധി നമുക്ക് നഷ്ടപ്പെടാം എന്ന സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ കർത്താവ് ഈ അനുഗ്രഹം ആദ്യത്തെ പ്രാവശ്യം നൽകുമ്പോൾ ഒരു ഭാവനാ ദർശനം, ഇമാജിനറി വിഷൻ വഴി തൻ്റെ ദിവ്യമായ മനുഷ്യത്വത്തെ ആത്മാവിന് കാണിച്ചു കൊടുക്കാൻ തീരുമാനസാകുന്നു. അപ്പോൾ ഈ ആത്മീയ വിവാഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ മതത്തെ വിശദീകരിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാകുമ്പോൾ ഒരു ഭാവനാ ദർശനം, ഇമാജിനറി വിഷൻ, ഭാവനാ ദർശനം, ഭൗതിക ദർശനമൊക്കെ നേരത്തെ മതത്തിൽ പറഞ്ഞു കഴിഞ്ഞാണ്. ഭാവനാ ദർശനം വഴി തൻ്റെ ദിവ്യമായ മനുഷ്യത്വത്തിൻ്റെ ഒരു മേഖലയെ, ഏതെങ്കിലും ഒരു മേഖലയെ ആത്മാവിനെ കാണിച്ചു കൊടുക്കാൻ തീരുമാനസാകുന്നു. ആ സിദ്ധിയുടെ സ്വഭാവം അവൾ ഗ്രഹിക്കണമെന്നും പരിപാവനമായ ഒരു ദാനമാണ് താൻ പ്രാപിക്കുന്നത് എന്നുള്ള വൃത്താന്തം അവൾക്ക് അജ്ഞാതമായിരിക്കരുതെന്നുമാണ് അവിടുത്തെ ഉദ്ദേശം. അപ്പം എന്താണ് ദൈവം നൽകുന്നത് എന്ന് ആത്മാവ് ഇവിടെ അറിഞ്ഞിരിക്കണം. അജ്ഞാതമായ അനുഭവത്തിൽ കൂടെ അല്ല അവൾ പോകേണ്ടത്. നേരത്തെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞ തീയതി പറയുകയുണ്ടായി, മുൻ സദനങ്ങളിലുണ്ടായ ദൈവ വെളിപാടുകൾ, ദർശനങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആത്മാവിന് അതേക്കുറിച്ചൊരു അവഗാഹമില്ല, അനുഭവമുണ്ട്, പക്ഷെ എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ 7-ാം സദനത്തിലെ ദൈവിക ദർശനം അത് ഭൗതികമായും ഭാവനാപരമായിട്ടൊക്കെയുള്ള ദർശനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവം തരുമ്പോൾ അവിടെ പൗലോസ് സാവൂളിൻ്റെ കണ്ണിലെ ചെതമ്പലുകൾ അടന്നു വീണതുപോലെയുള്ള ഒരു കാഴ്ച തെളിയൽ, അല്ലെ കണ്ണുകൾ തുറക്കപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് തൃത്വത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുള്ളത് തന്നെ നേരിട്ട് ബോധ്യപ്പെടുന്ന പോലെയുള്ള ഒരു ദർശന അനുഭവമാണ് അവിടെ വരുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാരണം ഇവിടെ മനസ്സിൽ പറയാം, ഇവിടെ ആദ്യ അനുഭവ ഭാഗത്ത് ഈശോയുടെ ദിവ്യമായ മനുഷ്യത്വവുമായി, ഭൂമിയിലെ മനുഷ്യ ശുശ്രൂഷ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ദർശനം ഈശോ അനുവദിക്കും. അത് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ആത്മാവ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരുന്നുകൊണ്ട് തന്നെ നീങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും അത് അനുഭവപ്പെടുക. ഈശോയുടെ ഭൂമിയിലെ മനുഷ്യ ജീവിത കാലഘട്ടത്തിലെ വ്യത്യസ്തമായ ഏതെങ്കിലും രംഗങ്ങളുടെ അല്ലെങ്കിൽ ഭാവത്തിലുള്ള അവസ്ഥയിലുള്ള ദർശനമായിരിക്കും കൊടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ ആളിന് സംഭവിച്ചത് ഇങ്ങനെയാണ്. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് അമൃതശ്ശേരി സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ വ്യക്തിക്ക് സംഭവിച്ച ഇങ്ങനെ അത് പറയുന്നുണ്ട്. ചിലപ്പോൾ അമൃതശ്ശേരി തന്നെ അനുഭവം നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ദിവസം ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് തൻ്റെ ഉയർപ്പിന് ശേഷം എന്നോണം മഹാപ്രഭയോടും സൗന്ദര്യത്തോടും പ്രതാപത്തോടും കൂടി അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവിടുത്തെ താല്പര്യങ്ങൾ അവൾ സ്വന്തം എന്നോണം ഏറ്റെടുക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നുവെന്നും അവിടെ താല്പര്യങ്ങൾ താൻ സംരക്ഷിച്ചു കൊള്ളുമെന്നും അവിടെ അരുളി ചെയ്തു. തുടർന്ന് അവിടുന്ന് ഉദീരണം ചെയ്ത വചനങ്ങൾ ബോധനത്തിന് എന്നതിനേക്കാൾ അനുഭൂതിക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഒരനുഭവം ഉദാഹരണം മതസ്യ പറയുകയാണ്. തൻ്റെ തന്നെയാണോ വേറെ വ്യക്തികളാണോ നമുക്ക് അറിഞ്ഞുകൂടാ. മതസ്യ പറയുന്നത് ഒരാളുടെ കാര്യമാണ്. അത് ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞ് കുർബാനത്തിൻ്റെ മധ്യത്തിൽ ആയിരിക്കുമ്പോൾ ഈശോ ഇങ്ങനെ ദർശനത്തിൽ കാണപ്പെടുകയാണ്. ആ ദർശനത്തിൽ ഈശോ കാണപ്പെട്ടത് ഉയർപ്പിന് ശേഷം ഈശോ മഹാപ്രഭയോടും സൗന്ദര്യത്തോടും പ്രതാപത്തോടും കൂടെ അപ്പോസ്തലന്മാർക്കും മറിയമ്മതലേക്ക് പ്രത്യക്ഷപ്പെട്ട ആ രീതിയിലാണ് ഇവിടെ കാണപ്പെടുന്നത്. എന്നിട്ട് 2-3 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, കർത്താവിൻ്റെ താല്പര്യങ്ങൾ അവൾ സ്വന്തം എന്നോണം ഏറ്റെടുക്കാനുള്ള സമയമായി. ഇതിനു മുമ്പ് തന്നെ പല പ്രാവശ്യം നമ്മൾ കണ്ടത് അമദസ്യ പറയുന്നത്
ഈ ആത്മീയ ആഭ്യന്തര ഹർമ്മ്യത്തിലൂടെയുള്ള പ്രയാണത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ സ്വന്തം ഇഷ്ടങ്ങളെ, താല്പര്യങ്ങളെ, അഭിലാഷങ്ങളെ, അഭിരുചികളെല്ലാം ഉപേക്ഷിച്ച് തമ്പുരാൻ്റെ ഹിതം മാത്രം അന്വേഷിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ആത്മാവ് വളർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴിവിടെ സമ്പൂർണ്ണമായിട്ട് സ്വന്തം താല്പര്യങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് അവിടെ താല്പര്യം മാത്രം ഏറ്റെടുക്കണം. അപ്പോൾ അതാണ് ആദ്യം പറയുന്നത്. അവിടെ താല്പര്യങ്ങൾ സ്വന്തം എന്നോണം ഏറ്റെടുക്കേണ്ട സമയം സമാഗതമായി. ഇനി നീ ഇല്ല. വിവാഹത്തിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഭർത്താവിൻ്റെ ഒന്നാകുന്ന ഒരു മണവാട്ടി പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഭർത്താവിൻ്റെ നാമധേയം കൊണ്ട് തൻ്റെ ദൈവത്തെ പേര് സ്വീകരിക്കുന്നു. ഭർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതി, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്ന് നമുക്കറിയാം. അതൊന്ന്, അവളുടെ താല്പര്യങ്ങൾ താൻ സംരക്ഷിച്ചു കൊള്ളും അവളല്ല ചെയ്തു. നിന്റെ താല്പര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, നീ എൻ്റെ കാര്യം നോക്കിക്കോ. മിസ്റ്റർ കത്രീനായോട് ഈശോ അങ്ങനെ പറയുന്നതായിട്ട് ഇവിടെ വായിച്ച് ഓർമ്മിക്കുകയാണ്. നീ എൻ്റെ കാര്യങ്ങൾ മാത്രം എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളുക, നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഒരു താല്പര്യ വെച്ചുമാറ്റം. വിവാഹത്തിനെക്കുറിച്ച് പറയുമ്പോഴും ഭാര്യ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് ഓർത്ത കാര്യങ്ങൾ വ്യാപൃതയായി നീങ്ങുമ്പോൾ ഭാര്യ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടതെന്ന് ഓർത്ത് ഭർത്താവ് വ്യാപൃതരാകുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സത്യയും താല്പര്യം പരിചരണം എല്ലാം വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയാണ്. വിവാഹത്തെക്കുറിച്ച് പല സംസ്ഥാനം പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇവിടെ തന്നെ മദ്രസ പറഞ്ഞു വരുന്നത് ഈശോയുടെ കാര്യങ്ങൾ മുഴുവനും സ്വന്തം എന്നോണം ഏറ്റെടുത്തുകൊണ്ട് നോക്കുക. അത് മതി, ഇനി വേറൊന്നും വേണ്ട. അതിന് സമയം സമാഗതമായി എന്ന് വെച്ചാൽ നീ ഇതാ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു, എന്നോട് നീ ഒന്നാവുക. ഇനിയിപ്പം നിനക്ക് നിൻ്റെതായിട്ടൊന്നുമില്ല. എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക എന്ന് നമ്മൾ വിവാഹാവസരത്തിൽ സങ്കീർത്തനം ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ചാണ് ഒരു പെൺകുട്ടി മണവാട്ടിയായി ഭർത്താവിൻ്റെ പക്കലേക്ക് ചെന്ന് ഒന്നാകുന്നത്. അതുപോലെ തന്നെ ഭർത്താവിനുള്ള ഉപദേശം നമുക്കറിയാം, പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും എന്ന് പറഞ്ഞ പോലെയുള്ളൊരു ഒന്നാകൽ ഇങ്ങോട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം ഒരു പങ്കുവെക്കലാണ് മദ്രസ പറയുന്നത്. ഈശോ അവർക്ക് കൊടുക്കുന്നൊരു ബോധ്യം ഇതാണ്, ഈ സംഭവത്തിൽ സംഭവിച്ച സംഭാഷണം ഇതാണ്: നീ എൻ്റെ കാര്യം സ്വന്തം എന്നാണ് ഏറ്റെടുത്തുകൊള്ളുക, നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. തുടർന്ന് അവിടുന്ന് ഉദീരണം ചെയ്ത വചനങ്ങൾ ബോധനത്തിന് എന്നതിനേക്കാൾ അനുഭൂതിക്ക് വേണ്ടിയായിരുന്നു. ബോധനത്തിന് ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുക, അതിനേക്കാൾ കൂടുതൽ അനുഭൂതിയുടേതാണ്, അനുഭവത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്. വലിയ ആഴമായ സ്നേഹത്തിൻ്റെ കുഞ്ഞു കുഞ്ഞ് പ്രകാശനങ്ങൾ, അല്ല ആഴപ്പെട്ട പ്രകാശനങ്ങൾ, സ്നേഹത്തിൻ്റെ വാക്കുകൾ സ്നേഹം പകരുകയാണ്. അത് എന്താണെന്ന് പറയാൻ പറ്റിയല്ല. അത് രണ്ടുപേർക്കും ഇടയിൽ മാത്രമുള്ള അവരുടെ ബന്ധത്തിൻ്റെ പ്രത്യേകമായ സവിശേഷതയിൽ വരുന്ന രീതികളും കാര്യങ്ങളുമാണ്. പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതല്ല, സ്നേഹം പങ്കുവെക്കുന്നതാണ്, സ്നേഹം പ്രകടിപ്പിക്കുന്ന, സ്നേഹം സ്വീകരിക്കുന്നതാണ്. അത് അനുഭവമാണ്. അതാണ് മൂന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ ഈ ഒരു അനുഭവത്തിൽ കാണുന്നത്. രണ്ടാമത്തെ കണ്ണിക, ഇതിൽ പുതുമയൊന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. ഇതിനകത്ത് തന്നെ ഇത്രയോ നാൾ പറഞ്ഞു വന്ന് അവസാനം വന്നപ്പോൾ പഴയ കാര്യം തന്നെ വീണ്ടും പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. കർത്താവ് ഇപ്രകാരം അവൾക്ക് മറ്റ് അവസരങ്ങളിൽ പ്രതിഷ്ഠപ്പെട്ടിട്ടുണ്ടല്ലോ. നേരത്തെയുള്ള ദർശനങ്ങളും അനുഭവങ്ങളും വരുമ്പോഴും ഈശോ സംസാരിച്ചിട്ടുണ്ട്, സ്വന്തമായിട്ട് ഉള്ളതെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്നേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ട്. ഇതെല്ലാം പഴയ കാര്യങ്ങൾ തന്നെയല്ലേ, പുതുമയൊന്നും ഇല്ലല്ലോ എന്ന് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അത്യധികം സംഭ്രമവും വിസ്മയവും അവളിൽ ഉളവാക്കി എന്നതാണ് ഇതിൻ്റെ വ്യത്യാസം. അതിൻ്റെ പ്രധാന കാരണം ആ ദർശനം സംഭവിച്ചത് അത്യുഗ്രമായ വിധത്തിലായിരുന്നുവെന്നത്രേ. ഇവിടെ അത്ഭുതം വായിച്ചു വരുമ്പം അത്യധികം സംഭ്രമവും വിസ്മയവും അവളിൽ ഉളവാക്കി എന്നത് ഒരു വ്യത്യാസമാണ്. അപ്പം ഒരു അനുഭവം സംഭ്രമവും വിസ്മയവും ഉളവാക്കുന്നതായിരുന്നു. മറ്റേ ദർശനം അതൊന്നും ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിയുന്നത് ഇതിനു മുമ്പുണ്ടായിരുന്ന ദർശനങ്ങളും അനുഭവങ്ങളും ഒക്കെ കുറേ സംഭ്രമവും വിസ്മയവും എല്ലാം ഉളവാക്കിയിട്ട് ഞടുക്കത്തിൻ്റെ അനുഭവത്തിലാണ്. കാരണം മനസ്സിലാക്കിയിട്ടില്ലല്ലോ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പറഞ്ഞു കഴിഞ്ഞു എന്താ സംഭവിക്കുന്നുള്ളത് അവൾ ശരിക്കും മനസ്സിലാക്കണം. അതൊന്നും അവൾക്ക് അജ്ഞാതമായിരിക്കരുത്. കണ്ണിന് ചതുമ്പലെല്ലാം മാറി. അതുകൊണ്ട് വ്യക്തതയിലൂടെയാണ് ഇപ്പോൾ ഈ ദർശനവും സ്നേഹത്തിൻ്റെ അനുഭവവും ഒന്നാകലും ഒക്കെ ഇപ്പോൾ കിട്ടുന്നത്. അതിന് പ്രധാന കാരണം ആ ദർശനം സംഭവിച്ച അത്യുഗ്രമായ വിധത്തിലായിരുന്നു എന്നത്രേ നേരത്തെ. രണ്ടാമതായി അവിടുന്ന് ഉച്ചരിച്ച വചനങ്ങൾ, സ്നേഹത്തിൻ്റെ വാക്കുകൾ. കൂടാതെയും ഈ ദർശനം അവിടുന്ന് അരുളിയ ആത്മാവിൻ്റെ അന്തർഭാഗത്ത് മുമ്പ് പറഞ്ഞ ദർശനമല്ലാതെ വേറൊന്നും ദർശിച്ചിട്ടില്ല. അപ്പം അന്തർഭാഗത്ത് തൃത്വക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ ദർശനമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ നിറവിലാണ് ആയിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഒരുപക്ഷെ രണ്ടാമത്തെ ആളായ ഈശോ തൻ്റെ മാനുഷികമായ ദിവ്യമായ മനുഷ്യത്വത്തിൻ്റെ ആ ഒരു ഭാവത്തിലും ഛായയിലും കൂടി ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ സദനത്തിലെ ദർശനങ്ങളും
മുൻപ് വിവരിച്ചിട്ടുള്ളവ സമസ്തവും തമ്മിൽ അത്യന്തം ഗണ്യമായ അന്തരമുണ്ടെന്ന് നിങ്ങൾ ഗ്രഹിച്ചു കൊള്ളണം. അത് വിവരിക്കാൻ അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതുവരെയുള്ള മുൻ സദനങ്ങളിലെ സകല ദർശന അനുഭവങ്ങളും ഇവിടെ ഉണ്ടാകുന്ന ഈ ദർശനാനുഭവം തമ്മിൽ ഗണ്യമായ അന്തരമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ അത്ര ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വിവാഹത്തിനുള്ള വാഗ്ദാനവും ആത്മീയ വിവാഹവും തമ്മിൽ, വിവാഹത്തിന് വാഗ്ദാനമാണ് 6-ാം സന്ധി സംഭവിച്ചത്. ഇവിടെ വിവാഹമാണ്, വിവാഹമാണ്. ഇത് തമ്മിൽ അന്തരമുണ്ട്. എങ്ങനെ? വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാളുകളും വിവാഹത്താൽ അഭേദ്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരും തമ്മിലുള്ളതുപോലെ അത്രമാത്രം വ്യത്യാസമുണ്ടെന്നും വിസ്മരിക്കരുത്. വിവാഹ നിശ്ചയം ചെയ്ത് ഒത്തുകല്യാണം നടത്തി എന്നും ഫോണിലൂടെ വീഡിയോ ചാറ്റിംഗ് ഒക്കെ നടത്തുന്ന മണവാളിനും മണവാട്ടിയും വധുവരന്മാർ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചു കഴിഞ്ഞു, ഒന്നാകാനായിട്ട് ആഗ്രഹിച്ചു, സ്വീകരിച്ചു, എല്ലാം ആയിക്കഴിഞ്ഞു. എങ്കിൽ പോലും വിവാഹം കഴിഞ്ഞിട്ട് ഒന്നായി തീർന്ന ഒരു മണവാളൻ്റെ മണവാട്ടിയുടെ അനുഭവവും തീരുമാനം എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നിൽക്കുന്ന രണ്ടുപേരുടെ അനുഭവം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന 6-ാം സദനത്തിൽ ഉൾപ്പെടെയുള്ള സകല ദർശനങ്ങളും ഇവിടെ ഉണ്ടാകുന്ന അനുഭവം തമ്മിലുള്ള അന്തരമെന്ന് അമ്മത്രേസ്യ വിശദീകരിക്കുകയാണ്. 3-ാമത്തെ ഖണ്ഡിക, ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിക്കുന്നത് വേറൊന്നും സമുചിതമായി കാണാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉദാഹരണങ്ങൾ പറയാതെ ഒന്നും തിരിയുകയല്ല. ഉദാഹരണം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അതെല്ലാം പരിമിതികളാണ്, അപൂർണമാണ്, കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്നുമില്ല എന്നുള്ള ഞെരുക്കം നമ്മൾ ആദ്യം മുതലേ അമ്മത്രേസ്യ ഞെരുക്കം പറയുന്നതും മറ്റ് ആത്മീയ അനുഭവമുള്ള വ്യക്തികൾ ഇതേ കാര്യം തന്നെ പങ്കുവെക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അന്തരമുണ്ട്. എന്താ അന്തരം? എങ്കിലും ഇവിടെ ശരീരത്തിൻ്റെ കാര്യമേ ഓർക്കേണ്ടതില്ലെന്ന് ധരിച്ചു കൊള്ളണം. ഇവിടെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പം പുരുഷ ശരീരം സ്ത്രീ ശരീരമുള്ള മണവാളനും മണവാട്ടിയുമാണ് ഒന്നാകുന്നത്. അവിടെ ശരീരവും അതിൻ്റെ ലൈംഗികപരമായ പങ്കുവെക്കലുകളും അനുഭവ വിശേഷങ്ങളും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ ആത്മീയ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ശരീരത്തിൻ്റെ വിഷയമേ ഇല്ല എന്നുള്ളത് ധരിച്ചിരിക്കണം. അത് വലിയൊരു അന്തരം ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അമ്മത്രേസ്യ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭാഗം തുറന്ന് വിശദീകരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സഹവാസം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.